Good morning. Good morning. Morning, sir. പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയണ്ടേ? ഉണ്ട് സാർ. ഓക്കെ, ചോദിക്കുന്ന എന്തെങ്കിലും പറയേണ്ട തിരിച്ച് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, എക്സാം തീർന്നോ? ഫിസിക്സ് എക്സാം എല്ലാം കഴിഞ്ഞല്ലോ, ഇന്നത്തെ കൊണ്ട് തീർന്നല്ലോ. Yes, sir. ഓക്കെ, എന്താണ് ഫീഡ്ബാക്ക്? എന്താണ് ശരിയാക്കി എഴുതിയോ എല്ലാം? വാട്ട് അബൌട്ട് CFS? മറ്റൊരു സബ്ജക്ട് ചോദിക്കുന്നില്ല, എന്റെ സബ്ജക്റ്റിന്റെ ചോദിക്കും. എഴുതിയോ? വിഷ്ണു പ്രകാശ് ഉണ്ടോ? വിഷ്ണു പ്രകാശ് ഉണ്ടോ? Yes, sir. Yes. ഓക്കെ, എക്സാം എഴുതിയോ? എഴുതി സാർ. കുഴപ്പമില്ലായിരുന്നു സാർ. കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, ഞാൻ പേപ്പർ നോക്കിയില്ല. പിന്നെ ഗോകുലുണ്ടോ? എബ്രഹാം സാമുവൽ 39 പേര് കയറിയിട്ടുണ്ട്. 120 പേരുടെ സ്ട്രെങ്താ വരേണ്ടത്, 2 ബാച്ചും കൂടി. എല്ലാവരും മറ്റേ എന്റെ 12:30 ക്ലാസ് DME കാണും കേട്ടോ, ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ്. അതിന്റെ അവറാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പൊ എന്റെ ഇന്നത്തെ അവർ 12:30 എന്നുള്ളത് ജോസ്മാറ്റി സാറ് കാണും. അത് എക്സ്ചേഞ്ച് ആണ് ഇന്നത്തെ ദിവസത്തേക്ക്. പിന്നെ നിങ്ങളുടെ ഒരു അസൈൻമെന്റ്, ഫസ്റ്റ് അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി മൂഡിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അസൈൻമെന്റ് വർക്ക്ഔട്ട് ചെയ്ത് നെക്സ്റ്റ് മൺഡേ ആണ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്തുണ്ട്, ഓരോ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്തുണ്ട്. അധികമല്ല, 2 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, 2 പാർട്ടേ ഉള്ളൂ അതിന്. അത് നിങ്ങൾ കൂടി വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് അറ്റൻഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് കാണും. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് രണ്ടെണ്ണം കാണും. അപ്പൊ അത് മൂഡിൽ പോസ്റ്റ് ചെയ്തിട്ട്, മൂഡിൽ ഇട്ടിട്ടുണ്ട്, അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യുക. അതെന്താന്നുള്ളത് കണ്ടോ? അപ്പൊ അതെന്ന് വെച്ചാൽ ഒരു 15 പേർക്ക് ഒരു സെറ്റ് ആണ് കൊടുത്തേക്കുന്നത്. 15 പേർക്ക് സെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 4 സെറ്റ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ മൂഡിൽ തന്നെ ഉണ്ട്. അപ്പൊ അതിന്റെ പാർട്ട് എ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. പാർട്ട് എ വരുന്നത് മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 ആണ്. ആ മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഓരോ ബാച്ചിന് കൊടുത്തിട്ടുണ്ട്. 8 ബാച്ച് 8 സെറ്റ് കാണും ഇതിന്റെ അകത്ത് ക്വസ്റ്റ്യൻസ്. അപ്പൊ അത് ആൻസർ ചെയ്ത് നെക്സ്റ്റ് മൺഡേക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ ലിങ്ക് ഓൾറെഡി മൂഡിൽ ഇട്ടിട്ടുണ്ട്, മൂഡിൽ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ എന്റെ എ ബാച്ചിന്റെ സ്റ്റുഡൻസിനോടാണ്. നിങ്ങളുടെ പ്രോജക്റ്റ്, നിങ്ങൾ സെമിനാറിന്റെ ടോപ്പിക്സ് ഓൾറെഡി നിങ്ങൾ പ്രേമ സാറ് സബ്മിറ്റ് ചെയ്തതായിട്ട് സാറ് പറഞ്ഞു. പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് 4 പേര്, മാക്സിമം 4 പേര് വരുന്ന ബാച്ച് ഫോം ചെയ്യുക. അത് നിങ്ങളുടെ ചോയ്സിന് വിടുവാണ്. 4 പേര് മാക്സിമം വരുന്ന രീതിയിൽ. 59 പേരുണ്ട് എയില്. എനിക്കൊരു 15 ബാച്ച് ക്രിയേറ്റ് ചെയ്യാം. 4 പേര്, ഒരു ബാച്ച് ചിലപ്പോൾ 3 ആവും. 4 പേര് കൂടാൻ പാടില്ല ബാച്ച്. അപ്പൊ അത് നിങ്ങളെ ഫോം ചെയ്യുക. അർജുൻ ഉണ്ടോ എന്ന്?
അർജുൻ ലൈനിലുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ അർജുനെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരോട് പറയുക ആ ലിസ്റ്റ് നാളെ അല്ലെങ്കിൽ നാളെ സബ്മിറ്റ് ചെയ്യാൻ പറയും. ബാച്ച് ഫോം ചെയ്തതിന് വലിയ ആലോചനയൊന്നും വേണ്ട. ബാച്ച് ഫോം ചെയ്ത് അതിന്റെ പ്രിലിമിനറി പ്രസന്റേഷൻ കാര്യങ്ങൾ എന്താണ് അതിന്റെ വേണ്ടെന്നുള്ളത് അതിന്റെ അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾക്ക് പറയാം. എന്തായാലും സെമിനാറിന്റെ ടോപ്പിക് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് മുതൽ സെമിനാർ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ. അതിന്റെ ടൈം ടേബിൾ ഷെഡ്യൂള് ഈ ആഴ്ച പറയാം. അപ്പോൾ സെമിനാർ ടോപ്പിക്സ് കൊടുത്തവര് അതുമായിട്ട് ബന്ധപ്പെട്ട വേണ്ട ലിറ്ററേച്ചർ എന്താണെന്നുള്ളത് കളക്ട് ചെയ്യാം. ഞാൻ ഈ എ ബാച്ചിലെ സ്റ്റുഡൻസിനാണ് പറയുന്നുണ്ടെങ്കിലും ബി ബാച്ചിലെ സ്റ്റുഡൻസും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോർഡിനേറ്റേഴ്സ് പറഞ്ഞു കാണും. നിങ്ങൾക്കും ഇതിന്റെ പാരലായിട്ട് ചെയ്യാം. കാരണം ഈ പറയുന്ന നവംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഡിസംബർ ആ സമയമാകുമ്പോഴേക്കും സെമിസ്റ്റർ തീരും. നെക്സ്റ്റ് മന്തോടുകൂടി നമുക്ക് സെമിനാറും പ്രോജക്റ്റും വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. പ്രോജക്റ്റ് എന്ന് പറയുന്നത് പ്രിലിമിനറി മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ ഏരിയ ഐഡന്റിഫൈ ചെയ്യുക, പിന്നെ ടോപ്പിക്കിന്റെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും ഫ്രെയിം ചെയ്യുക, മെത്തഡോളജി എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുക, പിന്നെ അതിനുവേണ്ട ലിറ്ററേച്ചർ റിവ്യൂ നടത്തുക, ലിറ്ററേച്ചേഴ്സ് കളക്ട് ചെയ്യുക. പിന്നെ അതിന്റെ പ്രിലിമിനറി എന്തെങ്കിലും ഡിസൈൻസ് എന്തെങ്കിലും ഉണ്ട്, ചെറിയ കാൽക്കുലേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസൈൻസ് ഇതിന് പ്രിലിമിനറി ചെറിയ രീതിയിൽ ചെയ്യാനുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക. അത്രയേ ഉള്ളൂ ഫസ്റ്റ് ഫേസ്, അതായത് ഈ സെമിസ്റ്റർ തീർക്കാനുള്ള വർക്ക്. അതിന്റെ എക്സിക്യൂഷൻ ഒക്കെ നെക്സ്റ്റ് സെമിസ്റ്ററിൽ വരും. അപ്പൊ ഒരു പ്രോജക്റ്റ് എന്താണെന്നുള്ള ഏരിയ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ അതിന്റെ ആദ്യത്തെ പടിയാണ് ബാച്ച് ഫോം ചെയ്യാന്നുള്ളത്. അപ്പൊ അത് 4 പേര് മാക്സിമം വരുന്നത്. 4 താഴെ എത്ര വേണമല്ലോ, 3 4 ആക്കുക. അപ്പൊ 3 4 വരുന്ന ബാച്ചുകൾ ഫോം ചെയ്യാം. 4 പേര് ഫോം ചെയ്തിട്ട് നാളെ തന്നെ അതിന്റെ ലിസ്റ്റ് നിങ്ങളുടെ റെപ്രസെന്റേറ്റീവിനോട് കൊടുക്കുക. അർജുൻ വന്നോ? വന്നു സാർ. അർജുനെ ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. പ്രോജക്റ്റിന്റെ ബാച്ച് ഫോം ചെയ്യുക നിങ്ങൾ. ബാച്ച് ഫോം ചെയ്യുമ്പോൾ 4 പേര് മാക്സിമം മെമ്പർ ഒരു ബാച്ചില്. അപ്പൊ അത് ആദ്യം ഫോം ചെയ്ത് നാളെ ആ ലിസ്റ്റ് എനിക്ക് തരിക. ഓക്കെ സാർ, ഇഷ്ടമുള്ള രീതിയിൽ ബാച്ച് ഫോം ചെയ്യാം. മതി, കുഴപ്പമില്ല. കാരണം വെച്ചാൽ എന്തായാലും അതിനകത്ത് പ്രശ്നമില്ല. പക്ഷെ ഫോം ചെയ്യുമ്പോൾ ആരെയും വിട്ട് കളയാതിരിക്കുക. കാരണം പലപ്പോഴും പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബാച്ച് ഫോം ചെയ്ത് അവസാനം വരുമ്പോൾ കുറെ പേര് ഒരു ബാച്ചിലും മെമ്പർ അല്ലാന്നും പറഞ്ഞിട്ട് അങ്ങനെയൊന്നും വരാൻ പാടില്ല. ഒരു ജുഡീഷ്യസ് ആയിട്ട് ചെയ്യുക നിങ്ങൾ, കേട്ടോ. എല്ലാ ബാച്ചിലും 4 പേര് വരുന്ന രീതിയിൽ മാക്സിമം 4, കേട്ടോ. 4 അല്ലെങ്കിൽ 3 ആക്കുക. 3 വേണ്ട, 4 ആക്കാൻ കംഫർട്ടബിൾ ആണ്. കാരണം പിന്നെ ഒരു ബാച്ച് ഒരു 3 ആയിട്ട് വരും. 60 പേര് 59 അല്ലേ ഉള്ളൂ. അപ്പൊ അത് ഫോം ചെയ്ത് നാളെ അതിന്റെ ലിസ്റ്റ് എനിക്ക് തരിക. സെമിനാർ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന്റെ പ്രസന്റേഷൻ റാൻഡമായിട്ട് പറയുള്ളൂ. ഓർഡർ എന്നൊക്കെ റാൻഡമായിട്ട് അതിന്റെ ടൈം ഷെഡ്യൂള് ആർക്കാണ് ആദ്യത്തേതൊക്കെ ഉള്ളത് ഈ ആഴ്ച പറയാം. അപ്പൊ എല്ലാവരും അവരവർ കൊടുത്തിരിക്കുന്ന ടോപ്പിക്സിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള വേണ്ട ലിറ്ററേച്ചേഴ്സ് റെഫർ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെക്കുക. അതിന്റെ പ്രസന്റേഷൻ എങ്ങനെയാണ്, എത്ര മിനിറ്റ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ നാളെയോ മറ്റന്നാളോ ആയിട്ട് നിങ്ങൾക്ക് അറിയിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് സ്റ്റോക്ക് കോഴ്സിന്റെ ടോപ്പിക്കാണ്. നമ്മൾ അതിന്റെ തിയറി പാർട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. നൗ let us work out a few numerical problems based on stationary normal shock. അപ്പൊ അത് ഒരു കാര്യം ചെയ്യാം, ഞാൻ പ്രോബ്ലം അവിടെ ഓൾറെഡി ഷെയർഡ് വന്നിട്ടുണ്ട്, അത് കോപ്പി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്താണ് എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, യു നോട്ട് ഡൗൺ the problem. The ratio of the exit to entry area in a subsonic diffuser is 4. The Mach number of a jet of air approaching the diffuser at P0 1.013 bar, temperature 290 Kelvin is 2.2. There is a standing normal shock wave just outside the diffuser entry. The flow in the diffuser is isentropic. Determine the exit of the diffuser, Mach number, temperature and pressure.
പ്രോബ്ലം എടുത്ത് കഴിഞ്ഞവര് ആ താഴത്തെ അതിന്റെ താഴെയുള്ള ആ ഫിഗറും കൂടി വരച്ചോളൂ നിങ്ങൾ. ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. കംപ്ലീറ്റ് ചെയ്തിട്ട് പറയുക. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറയാം. കോളേജിൽ കഴിഞ്ഞു സാർ. ഓക്കെ. അപ്പൊ ഇതില് ഓൾറെഡി നമ്മൾ ഡിഫ്യൂസറിന്റെ പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ഐസോട്രോപിക് ഫ്ലോയുടെ കേസിൽ. ആകെ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് യു ഹാവ് എ ഷോക്ക് ഫ്ലോ സ്റ്റാൻഡിങ് ജസ്റ്റ് ഔട്ട്സൈഡ് ദി ഡിഫ്യൂസർ. അപ്പൊ ഇവിടെ ഇവിടെ കർവായിട്ട് കാണിച്ചിരിക്കുന്ന ഇത് റെപ്രസെന്റ്സ് ദി നോർമൽ സ്റ്റേഷനറി ഷോക്ക്. ഡിഫ്യൂസറിന്റെ ഇൻലെറ്റിലോട്ട് വരുന്ന ഫ്ലൂയിഡിന്റെ മാക് നമ്പർ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 2.2. Then what you have given is the diffuser area ratio, exit to inlet area ratio is 4. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ മറ്റു കാര്യങ്ങൾ അറിയാവുന്നത് മാക് നമ്പർ കൂടാതെ സ്റ്റാഗ്നേഷൻ പ്രഷർ തന്നിട്ടുണ്ട്. ഇൻകമിംഗ് എയറിന്റെ സ്റ്റാഗ്നേഷൻ പ്രഷർ 1.013 ബാർ ആൻഡ് ടെമ്പറേച്ചർ 290 കെൽവിൻ. അപ്പൊ ഇതാണ് അപ്രോച്ചിങ് ജെറ്റിന്റെ മാക് നമ്പർ. So when the supersonic flow approaches the diffuser, what you have is a shock wave developing at the entrance. അപ്പൊ ഈ ഷോക്ക് വേവ് കഴിഞ്ഞിട്ട് ഇതിനെ ഷോക്ക് വേവ് ക്രോസ് ചെയ്തിട്ട് വേണം ഈ ഡിഫ്യൂസറിന്റെ അകത്തോട്ട് ഇതിനെ എൻ്റർ ചെയ്യാനായിട്ട്. As you know, once the air flow crosses the normal shock wave, what happens is the flow becomes subsonic. നമ്മൾ പറഞ്ഞു ഷോക്ക് വേവിന്റെ അക്രോസ് ആയിട്ട് Mach number or the velocity drops to a very low value, pressure and temperature rises to a higher value. അപ്പൊ ഇവിടെ രണ്ട് പാർട്സ് നമുക്ക് ഫ്ലോയുടെ രണ്ട് കേസസ് നമുക്ക് വരും. ഒന്ന് എക്സ് ആൻഡ് വൈ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ എക്സ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ഷോക്കോവിന്റെ അപ്സ്ട്രീം കണ്ടീഷനാണ്. എക്സ് എന്ന് പറയുന്നത്, വൈ എന്ന് പറയുന്നത് അതിന്റെ ഡൗൺ സ്ട്രീം കണ്ടീഷൻ. ആ ഡൗൺ സ്ട്രീം കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? അതാണ് ഡിഫ്യൂസറിന്റെ ഇൻലെറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിഫ്യൂസർ, അപ്പൊ നോർമലി നമ്മൾ നേരത്തെ ഐസോട്രോപിക് ഫ്ലോ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഈ ഇൻകമിംഗ് കണ്ടീഷൻ എന്താണോ അതാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ ഡിഫ്യൂസറിന്റെ ഇൻലെറ്റിൽ ഒരു ഷോക്ക് ഉള്ളതിന്റെ പേരിൽ ഷോക്ക് കഴിഞ്ഞിട്ട് എന്താണോ കണ്ടീഷൻ അതായിരിക്കും ഡിഫ്യൂസറിന്റെ ഇൻലെറ്റ് കണ്ടീഷൻ. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഡിഫ്യൂസറിലെ ഫ്ലോ ഐസോട്രോപിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷോക്ക് കഴിഞ്ഞിട്ട് ഡിഫ്യൂസർ എൻ്റർ ചെയ്യും. ആൻഡ് ഫ്രം ഡിഫ്യൂസർ ഇൻലെറ്റ് ടു ഡിഫ്യൂസർ എക്സിറ്റ് ദ ഫ്ലോ ഈസ് ഐസോട്രോപിക്. അതായത് ഈ എക്സ് തൊട്ട് from y to exit, ഈ ഇത്രയും ഏരിയയില് എന്താണ് ഫ്ലോ ഐസോട്രോപിക് ആണ്. ഇവിടെ എന്താണ് നോൺ ഐസോട്രോപിക്. എക്സിനും വൈനും ഇടയിൽ അഡയാബാറ്റിക് ആണ് അല്ലെങ്കിൽ നോൺ ഐസോട്രോപിക് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ
XY ആദ്യം നമ്മൾ ഷോക്ക് XY ഫ്ലോ ബിറ്റ്വീൻ X ആൻഡ് Y കൺസിഡർ ചെയ്യുക. ദെൻ യു കൺസിഡർ ദ ഫ്ലോ ബിറ്റ്വീൻ Y ആൻഡ് E. ഇത് രണ്ട് പാർട്ടായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഈ പ്രോബ്ലത്തെ ചെയ്യാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഇൻലെറ്റിലെ മാക്സ് നമ്പർ ആണ് തന്നിരിക്കുന്നത്. അതെന്തായിരിക്കും? ഈ 2.2 എന്ന് പറയുന്നത് MX ആയിരിക്കും. അതായത് ഷോക്കോവിന്റെ അപ്സ്ട്രീമിലെ മാക്സ് നമ്പർ MX തന്നിട്ടുണ്ട്. The given max number value is the upstream max number of the shock wave. അതിന്റെ ഡൗൺസ്ട്രീം കണ്ടീഷൻ നമുക്കിനി കണ്ടുപിടിക്കാം. അത് ഷോക്ക് ഔട്ട് ടേബിൾ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യാം, റൈറ്റ് ഈ ഫിഗർ വരച്ചോ നിങ്ങൾ? ഫിഗർ കംപ്ലീറ്റ് ചെയ്തോ? അപ്പൊ എഴുതുക, the given flow comprises two parts. First one, flow across the normal shock. Flow across the normal shock. Flow across the stationary normal shock. Bracket is XY. X-Y. That's one part. Then two, isentropic flow in the diffuser. Second, the isentropic flow in the diffuser. Bracket le endana YE. Y to E vare isentropic flow. Okay. Ini തന്നിരിക്കുന്ന ഡാറ്റ എടുക്കുക. Given എന്താണ് നമ്മൾ given എന്തൊക്കെയാണ്? MX തന്നിട്ടുണ്ട്. You have given MX, തന്നിട്ടുണ്ട്. എത്രയാ? ഞാൻ എഴുതുന്ന കാണാമോ നിങ്ങൾക്ക്? MX ഇല്ല സാർ, കാണുന്നില്ലയോ? അത് MX ബോർഡിൽ എഴുതുന്ന കാണാമോ? അതെ സ്ലൈഡാണോ കാണുന്നത്? ഇപ്പൊ സ്ലൈഡ് മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ. So you write MX equal to 2.2. MX പറയുന്നത് given upstream max number MX equal to 2.2. ഇനി PO എന്തായിരിക്കും? അപ്സ്ട്രീമിന്റെ സ്റ്റാഗ്നേഷൻ POX തന്നിട്ടുണ്ട്. POX equal to 1.013 bar. ഈ ടെമ്പറേച്ചർ തന്നിരിക്കുന്നത് അപ്സ്ട്രീം ഇൻകമിംഗ് ഫ്ലോയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്സ്ട്രീം ആണ്. TX equal to 290 Kelvin. ഈ മൂന്ന് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. given ഡാറ്റ എന്ന് പറയുന്നത് MX 2.2, POX 1.013 bar and temperature TX equal to 290 Kelvin. അപ്പോൾ ഷോക്കോവിന്റെ അപ്സ്ട്രീം മൂന്ന് ഡാറ്റ തന്നിട്ടുണ്ട്. അതിന്റെ ഡൗൺസ്ട്രീം കണ്ടീഷൻ കാണണം. അതിനു മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഇൻലെറ്റിലെ പ്രഷർ തന്നിട്ടില്ല. നമുക്ക് അപ്സ്ട്രീം PXന്റെ വാല്യൂ തന്നിട്ടില്ല, POXന്റെ വാല്യൂ തന്നിട്ടില്ല. PX എന്ന് പറയുന്നത് എന്താണ്? അപ്സ്ട്രീം സ്റ്റാറ്റിക് പ്രഷറിന്റെ വാല്യൂ തന്നിട്ടില്ല. അതുപോലെ തന്നെ അപ്സ്ട്രീമിലെ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറിന്റെ വാല്യൂ തന്നിട്ടില്ല. അപ്പൊ അത് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? സ്റ്റാറ്റിക് വാല്യൂ തന്നിട്ട് സ്റ്റാഗ്നേഷൻ വാല്യൂ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റുന്നത്? Suppose you have the Mach number value and you know the static value. How will you get the stagnation value? എന്ത് യൂസ് ചെയ്താൽ കാണാം? സ്റ്റാറ്റിക്കും സ്റ്റാഗ്നേഷൻ പ്രഷറും തമ്മിൽ, സ്റ്റാറ്റിക്കും സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി തമ്മിൽ you have the isentropic relation. So use the isentropic relation or isentropic table. ആദ്യം നമ്മൾ ഷോക്കോവിന്റെ കേസ് എടുക്കുന്നതിന് മുമ്പ് അപ്സ്ട്രീം കണ്ടീഷൻസ് എല്ലാം ഡിഫൈൻ ചെയ്യുക. അപ്സ്ട്രീമിലെ ഇപ്പോൾ രണ്ട് പ്രോപ്പർട്ടി ഇപ്പോഴും അൺനോൺ ആണ്. രണ്ട് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അപ്സ്ട്രീമിലെ പ്രഷറും അപ്സ്ട്രീമിലെ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും അൺനോൺ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ഫൈൻഡ് ഔട്ട് those unknown quantities. So you write from the isentropic flow table. ഇവിടെ ഗാമ വാല്യൂ പറഞ്ഞിട്ടില്ല, ബട്ട് it is air is the fluid. അതുകൊണ്ട് എയറിന്റെ വാല്യൂ എന്തെടുക്കാം? ഗാമ 1.1 എടുക്കാം. From isentropic flow table, ബ്രാക്കറ്റിൽ ഗാമ 1.4 for MX equal to 2.2. For MX equal to 2.2. Isentropic table, gas table ഉള്ളവർ എടുക്കുക. Isentropic table ആണ് മാക്സ് നമ്പർ 2.2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ പ്രഷർ റേഷ്യോ എന്താണെന്നുള്ളത് നോക്കുക.
ടെമ്പറേച്ചർ പ്രഷർ റേഷ്യോ ആസ് വെൽ ആസ് ദി ഏരിയ റേഷ്യോ. ഏരിയ റേഷ്യോ കാണാം. ഓക്കെ, ഏരിയ റേഷ്യോ ഇപ്പൊ വേണ്ട, ഏരിയ റേഷ്യോ ആവശ്യമില്ല, വേണ്ട, ഷോക്ക് വരുന്ന കേസല്ല. സ്റ്റാറ്റിക് പ്രഷർ റേഷ്യോ ടെമ്പറേച്ചർ റേഷ്യോ നോട്ട് ചെയ്യാം. 2.2 വരുമ്പോൾ സ്റ്റാറ്റിക് പ്രഷർ റേഷ്യോ എന്താണ്? ഇത് വരും static pressure ratio P by P naught is 3.1. Max temperature 308. പ്രഷറിന്റെ വാല്യൂ ആണ് പറയുന്നത്, റേഷ്യോ ആണ് ചോദിച്ചത്. 2.2 കറസ്പോണ്ടിങ് 2.2 മാക്സ് നമ്പറിന്റെ P by P naught വാല്യൂ എത്രയാണോ ചോദിച്ചത്. ടേബിൾ എത്ര കൊടുത്തേക്കുന്നത്? 0.308. 0.308 അല്ലല്ലോ. ഗാമ വാല്യൂ 1.4 ആണ് എടുത്തേക്കുന്നത് ടേബിള്. ടേബിൾ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 2.2 അതല്ലല്ലോ കാണിക്കുന്നത്. ഗാമ 1.4 isentropic flow table P by P naught value and P by T naught value. Temperature ratio, pressure ratio. P by T naught എത്ര വരും? ഡാറ്റ ബുക്ക് എടുത്ത് വെച്ച് നോക്കുക, അല്ലാതെ ഞാൻ എത്ര വരും? 0.0935. അതായത് പ്രഷർ റേഷ്യോ P by P naught 0.0935 വരും. ടെമ്പറേച്ചർ റേഷ്യോ 0.508. 0.508. എഴുതി വെച്ചു. അപ്പൊ എഴുതുമ്പോൾ നിങ്ങൾ P by P naught എന്ന് പറയുന്നത് എന്താണ്? PX by POX. നമ്മൾ MX വെച്ചല്ലേ എടുത്ത്. For MX equal to 2.2, PX by POX is 0.0935 and TX by TOX is 0.508. ആ രണ്ട് റേഷ്യോ കിട്ടിയാൽ നമുക്ക് അതിൽ നിന്ന് അൺനോൺ രണ്ട് ക്വാണ്ടിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത് കാൽക്കുലേറ്റ് ചെയ്യാം. PX ഉം TOX ഉം എത്ര വരുന്നത് നോക്കുക. PX ഷോക്ക് ഓവറിന് മുമ്പുള്ള, അതായത് അപ്സ്ട്രീം പ്രഷർ ഓഫ് നോർമൽ ഷോക്ക് കിട്ടും. PX വാല്യൂ, PX എത്ര വരും? ഇറ്റ് വിൽ ബി 0.0935 into 1.013. എത്ര വരുന്നത്? PX by POX is 0.0935. POX വന്നിട്ടുണ്ട് 1.013 വന്നിട്ടുണ്ടോ നമുക്ക്? PX എന്ത് വരും? What is PX? 0.0947. അത്രയും ബാർ 0.0937 അല്ലേ ബാർ. Then TOX 147 Kelvin അല്ലേ. അപ്പൊ ഷോക്കോവിന്റെ അപ്സ്ട്രീം കണ്ടീഷൻസ് എല്ലാം തന്നെ കണ്ടു. ഇനി നമുക്ക് വേണ്ടതാണ് അതിന്റെ ഡൗൺ സ്ട്രീം കണ്ടീഷൻ കാണാം. അതായത് Y എന്നുള്ള സെക്ഷനിലെ Y എന്നുള്ള പറയുന്നത് എന്താണ് നമ്മൾ എടുക്കുന്നത്? അപ്സ്ട്രീം ഡൗൺ സ്ട്രീം ഓഫ് ദ ഷോക്ക്. അതാണ് ഡിഫ്യൂസ് എന്ന ഇൻലെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്യാനായിട്ട് ഇനി നേരെ ഷോക്ക് ടേബിൾസിലോട്ട് പോകും. അതിന് മുമ്പ് എഴുതുക കൺസിഡർ ദ ഫ്ലോ അക്രോസ് ദി നോർമൽ ഷോക്ക്. അടുത്ത സെന്റൻസ് കൺസിഡർ ദി ഫ്ലോ അക്രോസ് നോർമൽ ഷോക്ക്, സ്റ്റേഷനറി നോർമൽ ഷോക്ക്. Consider the flow across stationary normal shock flow. ബ്രാക്കറ്റിലാണ് XY എഴുതിയിട്ടുള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ XY. ഇനി ആ ഷോക്ക് ഫ്ലോവിന്റെ കേസ് നമുക്ക് അറിയാവുന്ന അതിന്റെ അപ്സ്ട്രീം കണ്ടീഷൻസ് എല്ലാം അറിയാം. ഡൗൺ സ്ട്രീം കണ്ടീഷൻസ് ആണ് കാണേണ്ടത്. So you refer the shock flow table. So you write from normal shock flow tables, from normal ഷോക്ക് ഫ്ലോ ടേബിൾ ഗാമ 1.4 തന്നെ എടുക്കുക. നേരത്തെ ഐസെൻട്രോപിക് ഫ്ലോ ടേബിൾസ് പറഞ്ഞ പോലെ നോർമൽ ഷോക്ക് ഫ്ലോ ടേബിൾസ് അല്ല, എല്ലാം നമ്മളിനി ഫാനോ ടേബിൾസും റെയിലി ഫ്ലോ ടേബിൾസും കാണും. ഇതിലെല്ലാം തന്നെ
3 ഗാമ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ ഈ ഡാറ്റ ബുക്കിൽ കാണും. അപ്പൊ ഗാമ കറസ്പോണ്ടിങ് ഏതാണോ വാല്യൂ അത് തന്നെ എടുക്കുക, തെറ്റിപ്പോകരുത്. Derive from normal shock code tables gamma 1.4. ഇവിടെ നമുക്കറിയാവുന്നതാ MX നമുക്കറിയാം. ഫസ്റ്റ് ഷോക്ക് കോഡ് ടേബിൾ എടുക്കുക, നോർമൽ ഷോക്ക് കോഡ് ടേബിൾ എടുക്കുക. ടേബിൾ 4.2 ഗാമ 1.4 വരുന്നത് 4.2 വരും. ടേബിൾ 4.2 നോർമൽ ഷോക്ക് കോഡ് ടേബിൾ ഗാമ 1.4 MX equal to 2.2. അതിന്റെ അപ്പുറത്തോട്ടുള്ള ആദ്യത്തെ 4 കോളത്തില് ഡാറ്റ കോപ്പി ചെയ്തോളൂ. For MX equal to 2.2 MY PY by PX TY by TX POY by POX. നാല് ഡാറ്റയും കോപ്പി ചെയ്യാം. കണ്ടോ? ലൊക്കേറ്റ് ചെയ്തോ? ഷോക്ക് കോഡ് ടേബിളിൽ നിന്ന് 2.2 ലൊക്കേറ്റ് ചെയ്തോ? MX ന്റെ 2.2 ഡാറ്റ കിട്ടിയോ? Yes, sir. ഓക്കെ. വാട്ട് ഈസ് MY? MY എന്ന് പറയുന്നത് എന്താണ്? ഷോക്ക് കോഡ് കഴിഞ്ഞിട്ടുള്ള ബാക്ക് നമ്പർ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. വൺസ് ദ ഫ്ലോ ക്രോസസ് ദി നോർമൽ ഷോക്ക് കോഡ് ഫ്ലോ കണ്ടീഷൻസ് ബിക്കം സബ്സോണിക്. അതാണ് MYയുടെ വാല്യൂ സബ്സോണിക് വാല്യൂ ആയിരിക്കും. MY എത്ര വരുന്നത്? MY is എത്ര കാണുന്നു അവിടെ? 0.547. 7, right? PY by PX 5.480 അല്ലേ? Yes, sir. PY by TX 1.85. 1.857. POY by POX 0.628. അപ്പൊ അതില് ആ റേഷ്യോയില് ഒരു പാർട്ട് നമുക്കറിയാം, അതിന്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം PX അറിയാം, PX അറിയാം, POX അറിയാം. So you calculate the downstream condition of the downstream properties of the shock code. MY 0.547, then PY എത്ര കാൽക്കുലേറ്റ് ചെയ്യുക, PY കാൽക്കുലേറ്റ് ചെയ്യുക, POY കാൽക്കുലേറ്റ് ചെയ്യുക. അതിന്റെ എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ നമുക്കറിയാം. PX, TX, POX നോൺ ക്വാണ്ടിറ്റി. ഇനി TOY എന്തായിരിക്കും? TOY what will be TOY? ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് POY PX TX അല്ലേ? അല്ല PY അല്ലേ? PO stagnation temperature after the shock code. How will you get the value? POX നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ല കണ്ടുവച്ചിട്ടുണ്ട് നേരത്തെ. How will you get TOY? Stagnation temperature at the downstream of the shock code. എങ്ങനെ കാണും? സർ TOX TOY വാല്യൂ സെയിം അല്ലേ, ഈക്വൽ അല്ലേ? അതാണ് പറയാനാ നിങ്ങൾ പറയാത്തെന്താ? കാരണം എന്താണ്, ഷോക്ക് കോഡിന്റെ അക്രോസ് ആയിട്ടുള്ള ഫ്ലോ അഡയബാറ്റിക് ആണ്. This is not reversible adiabatic, but it is adiabatic. Adiabatic ആണെങ്കിൽ stagnation temperature consider. So TOY will be same as POX. So POY POX ഡിഫറെന്റ് ആണ്. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അപ്പൊ 4 പ്രോപ്പർട്ടി കിട്ടിയില്ലേ? അപ്പൊ അതോടെ ഇരിക്കും. What is PY? PY എത്ര കിട്ടി? PY കാൽക്കുലേറ്റ് എത്ര കിട്ടിയെന്ന് പറയുന്നത്? ഷോക്ക് കോഡിന്റെ ഡൗൺസ്ട്രീം പ്രോപ്പർട്ടീസ് പറയോ? PY എത്ര വാല്യൂ വന്നു? PY by PX 5.512. ഈ 5 ഇതിന്റെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5.48 into PX ആയിരിക്കും. then temperature PY എത്ര വരും? 273.67.
അത് ശരിയല്ലല്ലോ. TY 538.5 Kelvin. 1.857 into 540. ഓക്കെ, അത് കറക്റ്റ്. ദെൻ POY ചെറുതായിരിക്കും 0.628 into 1.013. അതിന്റെ കൂടെ TOY കൂടി എഴുതി വെക്കുക. TOY is same as TOX, which is എത്രയാണ് കിട്ടിയെന്നുള്ളത് 147 അല്ലേ? 147 അല്ലേ പറഞ്ഞല്ലോ. കാൽക്കുലേഷൻ ടെമ്പറേച്ചർ എത്രയായിരുന്നു? 147 അല്ലേ? അതെ. Okay. അപ്പോൾ നമ്മള് right now we have completed the calculation up to the inlet of the diffuser. diffuser inlet എന്ന് പറയുന്നതാണ് ഡൗൺ സ്ട്രീം ഓഫ് ദി പ്രോസസ്. ഇനിയിപ്പോ സാധാരണ നമ്മള് ഷോക്കോവിന്റെ ഐസെൻട്രോപിക് ഫ്ലോ ടേബിൾ ചെയ്ത ഐസെൻട്രോപിക് ഫ്ലോ ട്രീറ്റ് ചെയ്ത പോലെ ചെയ്താൽ മതി. Now you write consider the isentropic flow in the diffuser. Consider the isentropic flow in the diffuser. ബ്രാക്കറ്റിൽ എഴുതുക എന്താ? അതേതാണ്? YE. Consider the isentropic flow in the diffuser. ബ്രാക്കറ്റിൽ Y. ഇനി ഐസെൻട്രോപിക് ഫ്ലോ ടേബിൾ നിങ്ങൾക്ക് ചെയ്യാൻ ഓൾറെഡി അറിയാം. അപ്പൊ ഇവിടെ ഇൻലെറ്റിലെ എല്ലാ വാല്യൂസ് അറിഞ്ഞൂടെ? ഇപ്പൊ ഡിഫ്യൂസറിന്റെ ഇൻലെറ്റിലെ എല്ലാ കണ്ടീഷൻസ് അറിയാം. അതിന്റെ ഡിഫ്യൂസർ ഇൻലെറ്റിലെ മാക് നമ്പർ എത്രയാ? 0.547. അതിന്റെ പ്രഷർ PY, TY, POX എല്ലാം അറിയാം. എക്സിറ്റ് കണ്ടീഷൻ കാണാനായിട്ട് again you refer the isentropic flow table. അപ്പോൾ ഇനി y തൊട്ട് ഈ വരെ ഐസെൻട്രോപിക് ഫ്ലോ ആണ്. ഐസെൻട്രോപിക് ടേബിളിന്റെ ആവശ്യമുണ്ട് നമുക്ക്. So you now write from the isentropic flow table for My equal to എത്രയാ? From the isentropic flow table gamma 1.4 ബ്രാക്കറ്റിൽ gamma 1.4 എഴുതിക്കോളൂ. For My equal to 0.547. ഇതിന് വീണ്ടും ഐസെൻട്രോപിക് ഫ്ലോ ടേബിളിലോട്ട് പോവുക. 0.547 വരുന്ന 0.547 കാണില്ല, let us say 0.55. 0.55 കാണും. അപ്പൊ അത് എടുക്കുക. ഐസെൻട്രോപിക് ടേബിൾ എടുക്കുക. 0.55 0.547 എന്നുള്ളത് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. 0.55 ആയിട്ട് എടുക്കാം. 0.55 അവിടെ പോയി to read the temperature pressure area ratio. അതുകൊണ്ട് നേരത്തെ ഏരിയ റേഷ്യോ എടുക്കേണ്ടെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഷോക്ക് വരുന്ന കണ്ടീഷൻ കിട്ടിയിട്ട് എടുക്കണം. കാരണം ഷോക്ക് ഓവർ മുമ്പേ ഉള്ള ഏരിയ റേഷ്യോ എടുക്കേണ്ട കാര്യമില്ല. കാരണം 2.2 ഏരിയ റേഷ്യോ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യും. നമ്മൾ നേരത്തെ ഷോക്ക് ഇല്ലാത്ത കേസിലാണ് ഇൻകമിംഗ് എന്താണോ അതായിരിക്കും ഡിഫ്യൂസറിന്റെ ഇൻലെറ്റിലെ കണ്ടീഷൻ. ഇവിടെ ഷോക്ക് ഉള്ളതുകൊണ്ട് ഷോക്ക് ഓവർ ശേഷം എന്താണോ കണ്ടീഷൻ അതായിരിക്കും ഡിഫ്യൂസറിന്റെ ഇൻലെറ്റിലെ. അപ്പോൾ ഡിഫ്യൂസറിന്റെ ഇൻലെറ്റിലെ കണ്ടീഷൻ കിട്ടിയിട്ട് വേണം ആ മാക് നമ്പർ കറസ്പോണ്ടിങ് ആയിട്ട് ഏരിയ റേഷ്യോ എടുത്തിട്ട് വേണം നമുക്ക് എക്സിറ്റിലെ കണ്ടീഷൻ കാണാനായിട്ട്. Now for My equal to 0.55, you read the temperature ratio എന്ന് വരും TO അതായത് TY by POY എത്ര വരും? 0.943. അടുത്തത് PY by POY 0.814. Then area ratio AY by A star 1.255. 1.255. അടുത്ത ഇമ്പൾസ് ഫംഗ്ഷന്റെ ആവശ്യമില്ല. ട്രസ്റ്റ് ഒന്നും കാണാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെയുള്ള റേഷ്യോസ് നമുക്ക് വേണ്ട. അപ്പൊ ഈ 3 റേഷ്യോ എടുക്കുക. ഇനി അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുക? നിങ്ങൾക്ക് എക്സിറ്റിലെ സ്ഥാനമുള്ള ബാക്കിയുള്ള എക്സിറ്റിന്റെ പ്രോപ്പർട്ടിയാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ കണ്ടൂടെ? എക്സിറ്റിന്റെ AE by AY തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ തന്നിരിക്കുന്നതെന്ന് എന്തൊക്കെ ഡാറ്റ കാണണം അതെല്ലാം കണ്ടുപിടിച്ചോളൂ. നമുക്ക് ഏരിയ റേഷ്യോ മാത്രം മതിയായിരുന്നു അല്ലേ? ഓക്കെ. സോ ഗിവൺ ഏതാ? AE by AY. AE by AY എത്ര തന്നേക്കുന്നത്? AE എന്ന് പറയുന്നത് എന്താണ്? എക്സിറ്റിന്റെ ഏരിയ. AY എന്ന് പറയുന്നത് ഡിഫ്യൂസറിന്റെ ഇൻലെറ്റിലെ ഏരിയ. ആ ഏരിയ റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാ? ഫസ്റ്റ് സെന്റൻസ് അതാണ്. The ratio of exit to entry area in a subflow diffuser is 4. So AE by AY equal to 4. ആ ഏരിയ റേഷ്യോ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്തുകൂടെ? രണ്ട് ഏരിയ റേഷ്യോ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. ഇങ്ങനെ
ന്യൂമറേറ്ററെ ഡിനോമിനേറ്ററെയും ക്രിട്ടിക്കൽ ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്യും. AE by A asterisk divided by AY by A asterisk equal to 4. അപ്പൊ എക്സിറ്റിന്റെ ഏരിയ റേഷ്യോ അവിടുത്തെ കിട്ടും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹലോ ഹലോ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് സാർ. ഓക്കെ, ഏരിയ റേഷ്യോ തന്നിട്ടുണ്ട് AE by AY. ആ AE by AY you can split into two area ratios. So you divide numerator and denominator by critical area. So AE by A asterisk divided by AY by A asterisk equal to 4. അതില് AY by A asteriskന്റെ വാല്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുവച്ചേക്കുന്നത്. അതായത് ഡിഫ്യൂസർ ഇൻലെറ്റിലെ ഏരിയ റേഷ്യോ അറിയാം. So you get the calculate the area ratio of the exit of the diffuser. ഈ പാട്ട് നേരത്തെ നിങ്ങൾ ചെയ്ത പോലെ തന്നെ ഇതിനകത്ത് വ്യത്യാസം ഉണ്ടായിരുന്നു. ആകെ ഷോക്ക് വരുന്ന കേസ് കഴിഞ്ഞാൽ ഈ നോർമൽ ഐസോട്രോപിക് ഫ്ലോ എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാം. എക്സിറ്റിന്റെ ഏരിയ റേഷ്യോ എന്ത് വരും? 5.02. 5.02. ഇനി ആ ഏരിയ റേഷ്യോയിലൊക്കെ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ തന്നിരിക്കുന്ന ഡക്ട് എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്? ഡിഫ്യൂസർ എന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ? ഡിഫ്യൂസർ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇൻലെറ്റിലെ മാക് നമ്പർ 0.54 ആണെങ്കിൽ എക്സിറ്റിലെ മാക് നമ്പർ എന്തായിരിക്കും? ഡിഫ്യൂസറിന്റെ കേസിൽ അതിനെക്കാട്ടും കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏരിയ റേഷ്യോ നിങ്ങളിപ്പോ 5.02 എന്ന് പറഞ്ഞു. ഈ ഏരിയ റേഷ്യോ നിങ്ങൾ ഡാറ്റാ ബുക്കിൽ നോക്കുമ്പോൾ രണ്ട് ഏരിയ റേഷ്യോ, രണ്ട് മാക് നമ്പർ കിട്ടും. ഒരു സൂപ്പർസോണിക് കണ്ടീഷനിലുള്ള മാക് നമ്പറിന്റെ വാല്യൂ അവിടെ നിന്ന് കിട്ടും, നിങ്ങൾക്ക് സബ്സോണിക്കിന് കിട്ടും. നമ്മൾ പെട്ടെന്ന് ആദ്യമേ നോക്കുന്ന സൂപ്പർസോണിക് വാല്യൂ ആണ്, അത് എഴുതി വെക്കരുത്. എന്താണോ ഡക്ട് ഇവിടത്തെ നോക്കുക, ഡിഫ്യൂസർ ആണ് ഡക്ട്. അപ്പൊ ഡിഫ്യൂസർ ഡക്ട് ആണെങ്കിൽ എക്സിറ്റിലെ മാക് നമ്പർ കുറയുള്ളൂ. So you now refer the isentropic table, and for the exit area ratio 5.02 മാക് നമ്പറിന്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കുക. മാക് നമ്പറും അതുപോലെ തന്നെ ബാക്കിയുള്ള ടെമ്പറേച്ചർ പ്രഷർ റേഷ്യോ ഏതൊക്കെയാണോ വേണ്ടത് അതെല്ലാം കണ്ടുപിടിക്കുക. 5.02 അതേ ടേബിളില് 5.02 വരുന്ന എവിടെയാണെന്ന് നോക്കുക. എക്സാക്ട് കിട്ടില്ല. ഇവിടെ എത്ര എടുക്കാം? 0.125. 0.1 എത്ര വാല്യൂ എന്ന് പറഞ്ഞത്? 12. അതല്ല 5.02. 5.02 ഇല്ല, 4.8 കഴിഞ്ഞിട്ട്. അപ്പൊ നമുക്കിത് എടുക്കാം, അതേ പറ്റുള്ളൂ. ഇതിൽ അല്ലെങ്കിൽ 0.125. 0.115 അല്ലേ വരുള്ളൂ. 125 എന്ന് പറയുമ്പോൾ താഴോട്ട് വരത്തില്ലേ? ശരി, 115. 0.115 എടുക്കാം. ഓക്കെ, 0.115. സോ ME എന്ന് എടുക്കാം. മാക് നമ്പർ എക്സിറ്റിലെ മാക് നമ്പർ ME ഈക്വൽ ടു 0.115. അതുപോലെ തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ റേഷ്യോ TE by TO, അതുപോലെ തന്നെ PE by POE അത് നോക്കുക. ആൻസർ ആയി നിങ്ങളുടെ. എക്സിറ്റിലെ ടെമ്പറേച്ചറും പ്രഷറും അതിൽ നിന്ന് കാണാം. കാരണം അതിന്റെ ഡിനോമിനേറ്റർ സെയിം അല്ലേ, ഐസെൻട്രോപിക് ഫ്ലോ ആണ്. അപ്പൊ ഡിഫ്യൂസറിന്റെ എക്സിറ്റിലെയും ഇൻലെറ്റിലെയും സ്റ്റാഗ്നേഷൻ പ്രഷർ, സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. അത് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. POY എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും POE, POY എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും POE. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സ്റ്റാഗ്നേഷൻ വാല്യൂസ് നോൺ ആണ്. റേഷ്യോ എഴുതിട്ട് എന്റെ താഴെ എഴുതുക. സിൻസ് ദ ഫ്ലോ ഈസ് ഐസെൻട്രോപിക് ഇൻ ദ ഡിഫ്യൂസർ, stagnation pressure and stagnation temperature remain constant. ആ വാല്യൂ ഓൾറെഡി നമ്മൾ ഡിഫ്യൂസർ ഇൻലെറ്റിലെ വാല്യൂ എന്താണോ കണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഡിഫ്യൂസർ എക്സിറ്റിലെ സ്റ്റാഗ്നേഷൻ പ്രഷറിന്റെ വാല്യൂ, ടെമ്പറേച്ചറിന്റെ വാല്യൂ. കാരണം രണ്ടും സെയിം ആയിരിക്കും. ഫ്ലോ ഐസെൻട്രോപിക് ആണ്. TO and PO remain constant in the diffuser. അപ്പോൾ ഡിഫ്യൂസറിൽ എക്സിറ്റിലെ ടെമ്പറേച്ചറും പ്രശ്നം കാണും. നേരത്തെ കണ്ടുവച്ചേക്കുന്ന TOYയും POYയും യൂസ് ചെയ്തിട്ട് ഡിഫ്യൂസർ എക്സിറ്റിലെ ടെമ്പറേച്ചർ, എക്സിറ്റിലെ പ്രഷർ, മാക് നമ്പർ പിന്നെ കണ്ടു.
ഇതുവരെ ടെമ്പറേച്ചർ ഇതുവരെ പ്രഷർ എന്ന് പറയുക. കിട്ടിയോ? ടെമ്പറേച്ചർ കിട്ടിയോ? ടെമ്പറേച്ചർ വാല്യൂ, temperature at exit of the diffuser, pressure at the exit of the diffuser. The temperature 146. 146. 146. Okay, 146 Kelvin. Pressure 0.625. 0.625 bar. ഞാൻ ആ സ്ലൈഡില് ഇത് ആൻസർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കിട്ടിയത് അത് പിന്നെ വെരിഫൈ ചെയ്തോളൂ. പിന്നെ ഒരു പാർട്ട് കൂടി അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളതാണ്, വാട്ട് ഈസ് ദ സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്സ് ഓഫ് ദ ഫ്ലോ. അപ്പൊ ഇവിടെ അറിയാം, നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് എവിടെ മാത്രമേ ഉള്ളൂ? ഷോക്കിന് അക്രോസ് ആയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കണ്ടു വെച്ചാൽ മതി. POY യും POX നമ്മൾ ഡിഫറൻസ് കണ്ടാൽ മതി. Stagnation pressure loss between initial and final stage of the flow equal to POY അല്ലെങ്കിൽ POE എന്ന് പറഞ്ഞാൽ POY തന്നെയാണ്, equal to POY minus POX. ഷോക്കിന് അക്രോസ് ആയിട്ട് മാത്രമേ ഉള്ളൂ സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ്. അതിനുശേഷം ഐസെൻട്രോപിക് ഫ്ലോ ആണ്. അപ്പൊ POYക്കും ഇടയിൽ പ്രഷർ ലോസ് ഇല്ല, സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് ഇല്ല. So the stagnation pressure loss is POX minus POY. POX minus POY. 1.013 minus എത്ര കിട്ടുന്നുള്ളത് നിങ്ങൾക്കറിയാം? 0.019 എന്തോ പറഞ്ഞു. എത്ര വരും? ഡിഫറൻസ് എടുക്കുക. 1.013 മൈനസ് എത്രയായിരുന്നു POYയുടെ വാല്യൂ കിട്ടിയത്? 0.9. POY എത്ര കിട്ടിയേ? POY എത്രയാ കിട്ടിയേ? ഹലോ, 0.6314. എത്ര ഡിഫറൻസ് ആണോ പറഞ്ഞത്? അല്ല POY. അപ്പൊ അങ്ങനെയാണ് സബ്സ്ട്രാക്ട് ചെയ്യോ. POX പ്ലസ് POY എത്ര വരും? 0.3816. 0.38 എന്നാണോ? ഓക്കെ, 0.381 ബാർ അല്ലേ? സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് ഇൻ ദ ഫ്ലോ. ഓക്കെ, അപ്പൊ ഇത് ഇതില് അടുത്തൊരു പ്രോബ്ലം ആക്ച്വലി വി വിൽ സീ ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. നിങ്ങൾക്ക് ചെയ്യാം ഉള്ളവർ ചെയ്യുകയാണെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ. ഇതിന്റെ അടുത്ത പ്രോബ്ലം ജസ്റ്റ് പറയാം. ഇവിടെ നമ്മൾ ഡിഫ്യൂസർ ഇൻലെറ്റില് ഒരു ഷോക്ക് ആണ് കൺസിഡർ ചെയ്തത്. നൗ ദ സെക്കൻഡ് പ്രോബ്ലം വാട്ട് യു കൻ സീ ഈസ് ദേർ ഇസ് എ ഷോക്ക് ഇൻസൈഡ് ദ ഡിഫ്യൂസർ. രണ്ടാമത്തെ പ്രോബ്ലത്തിന്റെ സൈഡ് വന്നോ നിങ്ങൾക്ക്? സ്ലൈഡ് മാറിയോ? ഹലോ, ഓക്കെ. അപ്പൊ ഇതില് ഡിഫ്യൂസർ ഇൻലെറ്റിലല്ല, ഇൻസൈഡ് ദി ഡിഫ്യൂസർ. ഇറ്റ് ഈസ് നോട്ട് ഡിഫ്യൂസർ ആണോ? ഓക്കെ, ഡിഫ്യൂസർ ഡൈവർജൻ ഡക്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്താ കേസാണോ നോക്കുള്ളൂ. അപ്പൊ ഇവിടെ ഡക്റ്റിന്റെ അകത്താണ് ലൊക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. ആ ലൊക്കേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. വി വിൽ വർക്ക് ഔട്ട് ദിസ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇതിൽ ഡൗട്ട്സ് വല്ലതും ഉണ്ടോ ചോദിക്കും. ഡൗട്ട്സോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം. ഒന്നുകൂടെ പറയുവാണ്, നിങ്ങളുടെ ഫസ്റ്റ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഞാൻ മൂഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അസൈൻമെന്റ് എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാം നിങ്ങൾക്ക് മൂഡിലിന്റെ ടോപ്പ് സൈഡിൽ താഴെ ആയിട്ട്. അത് നെക്സ്റ്റ് മൺഡേ
ആണ് അതിന്റെ ഡ്യൂ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് അത് സബ്മിറ്റ് ചെയ്യുക. ഓരോ ബാച്ച് 8 ബാച്ചായിട്ട് തിരിച്ചിട്ടുണ്ട് നിങ്ങൾ. അപ്പോൾ ഓരോ ബാച്ചിനും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ സെറ്റ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ സെറ്റ് എന്ന് പറഞ്ഞാൽ അധികമല്ല, ആകെ 2 ക്വസ്റ്റ്യനേ ഉള്ളൂ ഓരോ ബാച്ച്. അപ്പോൾ അത് വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ചെയ്തതൊക്കെ തന്നെ ആയിരിക്കും. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് മൺഡേ സബ്മിറ്റ് ചെയ്യുക. ഫസ്റ്റ് അസൈൻമെന്റ് ആയിരിക്കും നിങ്ങൾ. ഓക്കെ. ഇന്ന് വേറെ ക്വിസ് ഞാൻ അസൈൻ ചെയ്തിട്ടില്ല. ക്വിസ് ഒന്നും അറ്റൻഡ് ചെയ്യാനില്ല. നിങ്ങളുടെ ക്ലാസ് നോട്ട്സ് സബ്മിറ്റ് ചെയ്യാനുള്ള ലിങ്ക് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ അപ്ലോഡ് ദ ക്ലാസ് നോട്ട്സ്. ഓക്കെ. അപ്പോൾ അതിന്റെ ബേസിലായിരിക്കും അറ്റൻഡൻസ് പ്രൊവൈഡ് ചെയ്യുക. ശരി, അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുവാണ്. വേറെ ഒന്നും നിങ്ങൾക്ക് പറയാനില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.